കാലത്തിൽ വേർപിരിഞ്ഞു പോയ നന്മയുടെ ഓർമ്മകൾ നമ്മിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ജോയലിനെ അനുസ്മരിക്കുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, മരണശേഷവും നന്മകൾ നിലനിൽക്കും, സ്നേഹബന്ധങ്ങൾ നിലനിൽക്കും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു വർഷം മുമ്പ് എനിക്ക് ജോയലിനെ അറിയാം. കാരണം നമുക്കറിയാം, തനിക്ക് കിട്ടുമായിരുന്ന അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മാതാപിതാക്കളെ പരിചരിക്കുവാൻ, അവരോടൊപ്പമായിരിക്കുവാൻ ശ്രദ്ധിച്ച ജോയലിനെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജോയലിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ അറേഞ്ച് ചെയ്ത് അവർ ഒരുമിച്ചാണ്. അതുപോലെ തന്നെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒത്തിരി നമ്മൾ ഇനിയാണെങ്കിലും ഇപ്പം ജയ്സ് പറഞ്ഞതുപോലെ ഇനിയാണെങ്കിലും നമ്മുടെ നാടിലെ നന്മകളുടെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്, അത് ആരുടെയും നിർബന്ധത്താലല്ലാതെ, മതിലുകളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജോയലിനെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മ പ്രവർത്തികൾ, അതിൻ്റെ തുടക്കം ഇന്നിവിടെ നമ്മൾ കുറിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതും അതിനാണ്. കാരണം എന്നെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് ഒത്തിരി ജോയലിനെ കുറിച്ച് പറയാനുണ്ട്. ഒരിക്കലും നിങ്ങൾ ചെയ്ത നല്ലൊരു കാര്യമാണ്. അതൊരിക്കലും നിന്നു പോകരുത്. എല്ലാവരും ഒരുമിച്ച് മറ്റൊരു വേർതിരിവുകളില്ലാതെ നന്മയുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറണം, എന്നും നിലനിൽക്കണം. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് ആയിട്ട് ഇത് നിലകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അനുസ്മരണ പ്രഭാഷണത്തിനായി മുണ്ടക്കയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ വാർഡ് മെമ്പർ ഷീല ഡൊമിനിക്കിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും, ജോയലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ജീവിച്ച വർഷങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നമ്മൾ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിച്ചവരാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അംഗൻവാടിയിൽ വരുന്ന ഒരു കുട്ടി അന്ന് മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പേ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉത്ഭവിച്ച സമയം മുതൽ അതിനെ പരിപാലിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ അന്ന് മുതൽ എൻ്റെ കൈ പിടിച്ച് 3 വയസ്സായപ്പോൾ അംഗൻവാടിയിൽ വരുന്നു. അതിനുശേഷം എൻ്റെ മോളുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്നു. ആ സമയത്തെല്ലാം എപ്പോഴും നമ്മുടെ വഴിയാണല്ലോ, അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും അതുപോലെ പള്ളിയിൽ വരുമ്പോഴും എപ്പോഴും കണ്ടാൽ ഒന്നും സംസാരിക്കാതെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. നല്ല സ്നേഹം. അവരുടെ മരണസമയത്ത് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പങ്കിട്ട അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, സാൽമ ചേച്ചി, മിനി ചേച്ചി, മിനു, അവരൊക്കെ പറയുന്നത് കേട്ടാൽ എത്രത്തോളം നന്മ അവരിൽ അവശേഷിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നതാണ്. അവരുടെ കുടുംബങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഓടി ചെല്ലുന്നു. ആശുപത്രി കേസായിട്ട് വന്നാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. അതുപോലെ അവൻ്റെ അച്ചാച്ചൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ അവനെ ആയുസ് കൊടുത്തില്ല. അവൻ്റെ അച്ചാച്ചനെ അന്ത്യം വരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഒരു അവസരം അവന് ദൈവം കൊടുത്തില്ല. എന്നിരുന്നാലും ചെയ്ത കാര്യങ്ങളെല്ലാം എത്രത്തോളം നന്മയുള്ളതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ ഒത്തുചേരണമെങ്കിൽ അവരോടുള്ള സ്നേഹവും കടപ്പാടും എല്ലാം ബാക്കി അവശേഷിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇവർ ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇവരെ കൊണ്ട് സാധിക്കട്ടെ. കൂട്ടുകാരെല്ലാവരും, നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും, പക്ഷേ അത് ദുഃഖം നമ്മൾ എപ്പോഴും കൂടപ്പുറപ്പായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് അവിടെ കൊണ്ട് ഒരു പരിധിക്ക് ഉള്ളിൽ നിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ സന്തോഷത്തോടെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുന്നു, നമുക്കപ്പോൾ അവിടെ ദുഃഖമുണ്ടാകും, പക്ഷെ അതിനെയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ കുറച്ച് നാളുകൾ കൊണ്ട് അത് പടിപടിയായിട്ട് അതിൽ നിന്ന് മാറ്റം തമ്പുരാനായിട്ട് കൊടുക്കും.
ഓർമ്മയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.